ഹരേ കൃഷ്ണ. ഭക്ത മനസ്സുകളിൽ വാത്സല്യത്തിൻ്റെ അലതല്ലുന്ന കടലായിട്ട് ഗുരുവായൂർപുരത്ത് ഉണ്ണിക്കണ്ണൻ ഇന്ന് അലങ്കരിച്ചിരിക്കണം. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദിവ്യമായ അനുഭൂതിയാണ് ഇന്നത്തെ കളഭാലങ്കാരം. ഭഗവാൻ എന്ന് പറയുന്നത് ഓരോ ഭക്തൻ്റെയും കൈകളിൽ മെല്ലെ ഇങ്ങനെ ആടാൻ കൊതിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. ശ്രീലകത്ത് ഇന്ന് വിരിഞ്ഞത് ഒരു കുഞ്ഞു ഊഞ്ഞാലാണ്. ഒരു പൊന്നിൻ പടിമേൽ പട്ട് വിരിച്ച മനോഹരമായ ആ ഊഞ്ഞാലിൽ നമ്മുടെ കണ്ണൻ ഇരുന്നിങ്ങനെ ആടുകയാണ്. ഒരു 2 വയസ്സൊന്നും തികയാത്ത ഒരു പൊന്നു ഉണ്ണിക്കുട്ടൻ. ആ കുഞ്ഞു രൂപം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അരയിൽ പട്ടുകോണകം ചാർത്തിയുണ്ട്. ഒരു കുഞ്ഞി കിങ്ങിനി പറ്റി പിടിച്ച് കിടക്കുന്ന വയറുമായിട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുക. കുഞ്ഞു കൈവളകളും തോൾവളകളും കാതുകളിലിങ്ങനെ മിന്നണ ചെവിപ്പൂക്കളും ആ ഒരു ഉണ്ണിക്കുട്ടന് അതീവ ഗംഭീരമായിട്ട് ഇരിക്കുകയാണ്. കഴുത്തിൽ മനോഹരമായിട്ട് മുല്ലമൊട്ട് മാലയുണ്ട്. പിന്നെ ഒരു വലിയ പതക്കവും ചാർത്തിയിട്ടുണ്ട്. ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരിക്കല്ലേ ഉണ്ണി, ഊഞ്ഞാലിൽ നിന്ന് ആടുകയാണ്. ഊഞ്ഞാലിൽ നിന്ന് വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു കൈകളുണ്ടല്ലോ, ആ 2 കുഞ്ഞു കൈകൾ, ആ 2 കൈകൾ കൊണ്ടും ഊഞ്ഞാലിലിങ്ങനെ ഊഞ്ഞാലിൻ്റെ ആ വള്ളിയിലിങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഇടത്തെ കാല് തൂക്കിയിട്ടിട്ട് ആ കുഞ്ഞു പാദങ്ങളിൽ പൊൻതളകളിങ്ങനെ ഊഞ്ഞാലാടണേനനുസരിച്ച് അത് കിലുങ്ങുകയാണ് നമുക്ക് തോന്നും. ആ തിരുമുഖത്ത് ഇങ്ങനെ പുഞ്ചിരി, എപ്പോഴുള്ള ആ പുഞ്ചിരി ഈ ഉണ്ണിക്കുട്ടൻ്റെ മുഖത്തുണ്ട്. ഏതൊരു ദുഃഖത്തെയും അലിയിച്ച് കളയാൻ ആ ഒരൊറ്റ ദൃശ്യം മാത്രം മതി നമുക്ക്, ആ മന്ദഹാസം മാത്രം മതി നമുക്ക്. നെറ്റിയിൽ ഗോപിക്കുറിയുണ്ട്. പിന്നെയോ കിരീടത്തിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ ചന്തത്തിലിങ്ങനെ മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. ഭഗവാൻ ഇരുന്ന് ആടുന്ന ആ ഊഞ്ഞാലുണ്ടല്ലോ, ആ ഊഞ്ഞാലാട്ടം ഉണ്ടല്ലോ ഉണ്ണിയുടെ, അതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ടാണ്. ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മനുഷ്യ ജീവിതത്തിനെ സമചിത്തതയോടെ കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രൂപമാണ് ഇന്നത്തെ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ. ഭക്തൻ്റെ സ്നേഹമാകുന്ന ചരടിൽ ബന്ധിക്കപ്പെട്ട ഊഞ്ഞാലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ, നമ്മുടെ പൊന്നുണ്ണി നമ്മളോട് എന്താണ് പറയണത്? എന്നെ മെല്ലെ മെല്ലെ ഒന്ന് ആട്ടിത്തരൂ എന്നാണ് പറയണത്. ഈ ഊഞ്ഞാലൊന്ന് പതുക്കെ ആട്ടിത്തരൂ എന്നാണ് പറയണത്. നമ്മൾ ഭഗവാനെ ഇങ്ങനെ ഊഞ്ഞാലിലിരുത്തി ആട്ടുമ്പോൾ സത്യത്തിൽ ഭഗവാൻ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ആട്ടണത്. കായ്ത്തിറക്കങ്ങളിലൂടെ സമചിത്തത പോകിക്കൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഉണ്ണിക്കണ്ണൻ. വെളുത്ത പൂക്കളും തുളസിയും കോർത്ത് തിരുമുടിമാല ഭഗവാന്റെ ശിരസിലുണ്ട്. കഴുത്തിലാവട്ടെ തെച്ചിപ്പൂക്കളും തുളസിയും ചേർന്ന് ഇങ്ങനെ ഇടകലർന്ന ഉണ്ടമാലകളാണ് വനമാലയായിട്ട് ചാർത്തിയേക്കുന്നത്. ഈ പൂക്കളുടെയൊക്കെ സുഗന്ധം ഉണ്ടല്ലോ, നമ്മുടെ ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിലേക്ക് ഭക്തിയുടെ നറുമണമാണ് ചൊരിയണത്. ആ കുഞ്ഞു തൃപ്പാദങ്ങളിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. ആ തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ സകല ദുഃഖങ്ങളും ഇല്ലാണ്ടിയാവും. കണ്ണൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ ആ തിരുമുഖം നോക്കി, ആ മന്ദഹാസം നോക്കി നമുക്ക് ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.